നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പോയാലും മടുക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ? എന്നാൽ ഞങ്ങൾക്കുള്ള സ്ഥലമാണ് കേട്ടോ പൊന്മുടി. കല്യാണം കഴിഞ്ഞ ആ നാൾ തൊട്ടേ ഞങ്ങൾ എപ്പോഴും പോവാറുള്ളൊരു സ്ഥലമാണ് ഈ പൊന്മുടി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊന്മുടിയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. പോയി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര മഴക്കാറ് വന്നത് കേട്ടോ. മഴക്കാറ് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു മഴ പെയ്തു. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ചെറിയ മഴയൊന്നും അല്ല, ഭയങ്കര വലുതായിരുന്നു. ഭയങ്കര കാറ്റും മഴയായിരുന്നു. അങ്ങനെ കുറേ നേരം ഒരു കടയുടെ വരാന്തയിൽ കയറി നിന്നേ. അത് കഴിഞ്ഞതിന് ശേഷം മഴ കുറച്ച് തോന്നപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ തിരിച്ചു. കുറച്ച് മഴയൊക്കെ നനഞ്ഞാണ് പോയത്. ഞങ്ങളുടെ 3 പേരുടെ കയ്യിൽ റെയിൻ കോട്ട് ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ കയ്യിൽ മാത്രം റെയിൻ കോട്ട് ഇല്ലായിരുന്നു. ഞങ്ങൾ പിള്ളേരൊക്കെ റെയിൻ കോട്ട് ഇട്ടാണ് പോയത്. അങ്ങനെ പോകുന്ന വഴിക്ക് ചുരം കയറിയ സമയത്ത് ഞങ്ങളൊരു കാട്ടുപോത്തിനെ കണ്ടേ. കാട്ടുപോത്തിൻ്റെ കുറച്ച് ഭാഗമേ ഇതിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് കുറച്ചുകൂടെ താഴത്തായിരുന്നു നിന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിൽ എത്താറായി. പൊന്മുടിയുടെ താഴ്ഭാഗത്ത് പെയ്ത മഴയൊന്നും ഈ പൊന്മുടിയിലോട്ട് ഏറ്റിട്ടേ ഇല്ല കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും പൊന്മുടിയിലോട്ടില്ലായിരുന്നു. അവിടെ മഴ പെയ്തിട്ടേ ഇല്ല. അപ്പോൾ അതിശയമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. ചോറും മരിച്ചിനും ചിക്കനുമാണ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നത്. ഏട്ടൻ്റെ കസിനും പിന്നെ വൈഫും ഉണ്ടായിരുന്നേ കൂടെ. അങ്ങനെ ഞങ്ങൾ നല്ല ജോളിയായിട്ട് ഫുഡെല്ലാം കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നടക്കാൻ വേണ്ടി ഇറങ്ങി. നല്ല ക്ലൈമറ്റ് ആണെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പൊന്മുടിയിലോട്ട് കയറിയത്. ഭയങ്കര മഞ്ഞൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ മഞ്ഞൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നേ. തണുപ്പത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് നല്ലോണം ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കൂടെയൊക്കെ നടന്നു. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. കുറച്ചെങ്കിലും മഞ്ഞ് വരുന്നെങ്കിൽ മഞ്ഞൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്തു. കുറേ നേരം ഈ പുല്ലിൻ്റെ പുറത്തൂടെയൊക്കെ കുറേ നേരം നടന്നു. കുറേ നേരം ഇരുന്നു. പിള്ളേരാണെങ്കിൽ ഇരുന്നും കിടന്നും കളിച്ചുമൊക്കെ കുറേ സമയം ഞങ്ങൾ അവിടെ പൊന്മുടിയുടെ മുകൾ ഭാഗത്ത് തന്നെ ചിലവഴിച്ചേ. പക്ഷെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും മഞ്ഞൊന്നും വന്നില്ല. പിന്നെ മനസ്സിലായിട്ടോ ഇന്നിനിപ്പോൾ മഞ്ഞൊന്നും വരുന്ന ഒരു ക്ലൈമറ്റ് അല്ല എന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ നേരെ താഴോട്ട് തിരിച്ചേ. അവിടെ നിന്ന് ഒരു ചായയും പിന്നെ ഒരു ബ്രെഡ് ഓംലെറ്റും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു.